പൊന്നാനിയിൽ അടച്ചിട്ട പ്രവാസിയുടെ വീട്ടിലെ മോഷണത്തിൽ നഷ്ടമായ 350 പവൻ സ്വർണം ഒരാഴ്ചയ്ക്ക് ശേഷം ബാങ്ക് ലോക്കറിലേക്ക് മാറ്റാനിരുന്നവ. വർഷങ്ങളായി ദുബായിൽ ജോലി ചെയ്യുന്ന പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപം താമസിക്കുന്ന മണപ്പറമ്പിൽ രാജീവ് കുടുംബസമേതം വിദേശത്താണ്. ഇക്കഴിഞ്ഞ മാർച്ചിൽ നാട്ടിലെത്തിയ രാജീവ് 2 ബാങ്കുകളിലായി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ലോക്കറിൽ വെക്കുകയായിരുന്നു. ഇലക്ഷന് നാട്ടിലെത്തുമ്പോൾ ഈ സ്വർണ്ണാഭരണങ്ങൾ തിരികെ ബാങ്ക് ലോക്കറിലേക്ക് തന്നെ മാറ്റാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. മാർച്ച് 31-ന് രാജീവും മകളും ദുബായിലേക്ക് പോയിരുന്നു. ഇക്കഴിഞ്ഞ 9-നാണ് ഭാര്യയും ഗൾഫിലേക്ക് പോയത്. ഭാര്യയോട് സ്വർണം ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇത്രയും അധികം സ്വർണം തനിച്ച് കൊണ്ടുപോകാനുള്ള പേടി കാരണം വീട്ടിലെ ലോക്കറിൽ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വോട്ടെടുപ്പിനായി നാട്ടിലെത്തി സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിലേക്ക് മാറ്റാമെന്നായിരുന്നു കുടുംബത്തിന്റെ തീരുമാനം. ഇതിനിടെയാണ് ശനിയാഴ്ച പുലർച്ചെ മോഷണം നടന്നത്. രാജീവിന്റെ മൊബൈലിൽ കണക്ട് ചെയ്ത CCTV ഞായറാഴ്ച രാവിലെ മുതൽ പണിമുടക്കിയിരുന്നെങ്കിലും സാധാരണഗതിയിലുള്ള കേടുപാടുകളാവുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ഇവർ. എന്നാൽ ഞായറാഴ്ച വിഷു ആയതിനാൽ വീട് വൃത്തിയാക്കാനായി ശനിയാഴ്ച ഉച്ചയോടെ ജോലിക്കാരി എത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത്. വീട് അടച്ചിടുന്നതിനാൽ സാധാരണഗതിയിൽ ഇവിടെ സ്വർണവും പണവും സൂക്ഷിക്കാറില്ലെന്ന് രാജീവ് പറഞ്ഞു. എന്നാൽ ആഴ്ചകൾക്കകം തിരികെ എത്തുമെന്ന പ്രതീക്ഷയിൽ വീടിനകത്ത് സൂക്ഷിച്ച സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. ദുബായിൽ കമ്പനി നടത്തുകയാണ് രാജീവ്. വലിയ കവർച്ചയായതിനാൽ തിരൂർ DYSPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ.